Want to land a high-paying job in the field of business analytics? $1,00,000 മേളിൽ സാലറിയും എന്നാൽ ലോകമെമ്പാടും ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്ന ഒരു ഫീൽഡിൽ കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദെൻ ബിസിനസ് അനലിറ്റിക്സ് ഈസ് എ കരിയർ ഫോർ യു. ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ബിസിനസ് അനലിറ്റിക്സിൻ്റെ സ്കോപ്പ്, കരിയർ ഓപ്ഷൻസ്, എന്തൊക്കെ സ്കിൽസാണ് ഒരു ഹൈ പേയിങ് ജോബിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി വേണ്ടത് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ. ബൈ ദ വേ, ഈ ചാനലിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം വിസിറ്റർ ആണെങ്കിൽ താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ആൻഡ് യു ക്യാൻ സബ്സ്ക്രൈബ് ദിസ് ചാനൽ റൈറ്റ് നൗ. ഇനി അതല്ല, നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. നെക്സ്റ്റ് സെഗ്മെന്റ്, വാട്ട് ഈസ് ബിസിനസ് അനലിറ്റിക്സ് ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് ബിസിനസ് അനലിറ്റിക്സ്? ഇൻ സിമ്പിൾ ടേംസ്, ഡേറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസും AI-യും യൂസ് ചെയ്തിട്ട് ബിസിനസ് പെർഫോമൻസ് അനലൈസ് ചെയ്യുകയും അതുവഴി ഡിസിഷൻ മേക്കിംഗ് എടുക്കുകയും ചെയ്യുന്ന ഈ ഒരു പ്രാക്ടീസിനെയാണ് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ആമസോൺ 20 തൊട്ട് 25 ഏജ് ഗ്രൂപ്പിലുള്ള യങ് ലേഡീസിന് വേണ്ടിയുള്ള ഫാഷൻ അപ്പാരൽ ബ്രാൻഡ്സിനകത്ത് ഒരു $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നേരത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർ അതിനനുസരിച്ച് ഒരു റിസർച്ച് ആയിരിക്കും ചെയ്യുക. ബട്ട് ആസ് ഓഫ് നൗ, കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഡേറ്റ ആമസോണിൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള, ഫോർ എക്സാമ്പിൾ എറണാകുളം ആണെങ്കിൽ എറണാകുളത്തുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസ് എന്തൊക്കെ ടൈപ്സ് ഓഫ് ഫാഷൻ ബ്രാൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്, അത് എത്ര പ്രൈസ് റേഞ്ചിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അത് ഏത് ബ്രാൻഡ്സിൻ്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്, അതിന് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡ്സാണ്, ഇനി ഏറ്റവും കൂടുതൽ നല്ല കസ്റ്റമർ റിവ്യൂ കിട്ടിയിരിക്കുന്ന ഏത് ബ്രാൻഡ്സിനാണ്, തുടങ്ങിയതെല്ലാം തന്നെ കറക്റ്റായിട്ട് ഡേറ്റ അല്ലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസിലൂടെ അത് അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് അവർ ബിസിനസ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്ന വഴി ഓൾമോസ്റ്റ് ഒരു 5x to 10x ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടാനുള്ള ഹയസ്റ്റ് പോസിബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഓപ്ഷൻ അല്ല, മാൻഡേറ്ററി ആയിട്ടുള്ളൊരു നെസസിറ്റി തന്നെയാണ്. Now moving to the next segment, future scope and best industries. പ്രൊജക്ഷൻസ് പ്രകാരം 2027 ആകുമ്പോഴത്തേക്കും ഗ്ലോബൽ ബിസിനസ് അനലിറ്റിക്സ് മാർക്കറ്റ് $140 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് വളരുന്നത്, വിത്ത് എ കമ്പൈൻഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 7.5%. അത് ബാക്കി പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫാർ ഗ്രേറ്റർ ആണെന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബിസിനസ് അനലിസ്റ്റിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻസ്, ഇ-കൊമേഴ്സ്, ഹെൽത്ത് കെയർ ആൻഡ് ടെക് സെഗ്മെൻറ്റ്സ് ആണ്. ടെക് എന്ന് പറയുമ്പോൾ അതിൽ നോർമൽ IT വരും, എഡ്ടെക്, മെഡ്ടെക്, ഫിൻടെക്, എല്ലാ ടെക്നോളജിക്കൽ സെഗ്മെൻറ്റ്സും അതിനകത്ത് വരും. ഗോയിങ് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സാലറീസ്. ഈ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഓടിയെത്തിയ കാര്യം ഇതായിരിക്കാം, കരിയർ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ഈ സെഗ്മെൻറ്റ്സിൽ എത്രത്തോളം സാലറീസും ഏൺ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഏതൊക്കെ റോൾസാണ്, അതിന് എത്രത്തോളം സാലറീസ് ഗ്ലോബലി നമുക്ക് ഏൺ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിസിനസ് അനലിസ്റ്റുകൾക്ക് എൻട്രി ലെവൽ പൊസിഷൻ തൊട്ട് ഒരു 5 ഇയർ പീരീഡിനുള്ളിൽ തന്നെ അവർക്ക് ഇതിൻ്റെ ടോപ്പ് പൊസിഷൻസിൽ എത്താൻ സാധിക്കുന്നതാണ്. ഡിഫറെൻറ്റ് കൺട്രീസിൽ അവരവരുടെ കറൻസീസിലാണ് സാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും എല്ലാ കൺട്രീസിലും മോർ ഓർ ലെസ് ബിസിനസ് അനലിസ്റ്റിന് ഹെവി സ്കോപ്പ് തന്നെയാണുള്ളത്. നമുക്ക് അതുകൊണ്ട് ഇൻ ഡോളേഴ്സ് ഗ്ലോബലി ഈ ഒരു സെഗ്മെൻറ്റിൽ ഏതൊക്കെയാണ് കരിയർ ഓപ്ഷൻസിൽ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതിനൊക്കെ എത്രയാണ് സാലറിയും കിട്ടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് റോൾ ഈസ് ബിസിനസ് അനലിസ്റ്റ്. ആവറേജ് സാലറീസ് വരുന്നത് $75,000 തൊട്ട് $120,000 വരെയാണ്. സെക്കൻഡ് ഈസ് ഡേറ്റ അനലിസ്റ്റ്. $70,000 പെർ ഇയർ തൊട്ട് $110,000 പെർ ഇയർ വരെയാണ് ആവറേജ് സാലറീസ് വരുന്നത്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, $65,000 തൊട്ട് $100K $100,000 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് മെഷീൻ ലേണിംഗ് അനലിസ്റ്റ്. $85,000 തൊട്ട് $150,000 വരെയാണ് ആനുവൽ സാലറീസ് വരുന്നത്. കൺസൾട്ടൻറ്റ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, സോ $90,000 തൊട്ട് $140,000 വരെയാണ് ആനുവലി ഈ ഒരു കരിയർ സെഗ്മെൻറ്റിൽ സാലറീസ് ആയിട്ട് വരുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്ടേഴ്സിലും ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിലും
കുറച്ചധികം സെഗ്മെൻറ്റ്സ് ഉണ്ട് ഹൈ ഗ്രോത്ത് റേറ്റ് ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ ഗ്രോത്ത് ആസ് വെൽ ആസ് മാർക്കറ്റ് ഡിമാൻഡ്സ്. ആ സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, ഹെൽത്ത് കെയർ ആൻഡ് ഫാർമ, റീറ്റെയിൽ ആൻഡ് ഇ-കൊമേഴ്സ്, ടെക് ആൻഡ് AI കൺസൾട്ടിങ്. നെക്സ്റ്റ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ് സ്കിൽസ് റിക്വയർഡ്. ബിസിനസ് അനലിറ്റിക്സ് കരിയേഴ്സിൽ ആ സെഗ്മെൻറ്റിലെ ടോപ്പ് മോസ്റ്റ് ഓർഗനൈസേഷൻസിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ സെഗ്മെൻറ്റിലുള്ള കമ്പനീസ് ഹയർ ചെയ്യുമ്പോൾ മെയിനായിട്ടും 3 കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. യു നീഡ് ടു ഹാവ് ദ റൈറ്റ് സെറ്റ് ഓഫ് ഓർ ദ റൈറ്റ് ബ്ലെൻഡ് ഓഫ് ടെക്നിക്കൽ സ്കിൽസ്, അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ബിസിനസ് അനലിറ്റിക്സ് കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സെഗ്മെൻറ്റിൽ ഒത്തിരി അധികം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് വേണോ എന്നുള്ളത്. ഐഡിയലി പറയുകയാണെങ്കിൽ 60 to 70% മാനേജ്മെൻറ്റ് സ്കിൽസ് അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് ആണ് വേണ്ടത്. 30 to 40% ആണ് ടെക് സ്കിൽസ് വേണ്ടത്. അനലിറ്റിക്കൽ സ്കിൽസ് നമുക്ക് ഈ 2 സെഗ്മെൻറ്റിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് നിർത്താൻ പറ്റുന്നതാണ്. മേജറായിട്ടുള്ള കമ്പനീസ് ഡിമാൻഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടെക് സ്കിൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. For data analysis, SQL, Python and R. For data visualization, Tableau and Power BI. For financial modeling, Excel. For predictive analytics, machine learning and AI. Important ആയിട്ടുള്ള അനലിറ്റിക്കൽ സ്കിൽസ് ഇൻ ടേംസ് ഓഫ് ബിസിനസ് സ്കിൽസും മാനേജ്മെൻറ്റ് സ്കിൽസും ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് സ്ട്രാറ്റജിക്കൽ തിങ്കിങ്. നെക്സ്റ്റ് കം സോഫ്റ്റ് സ്കിൽസ്. ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഫ്റ്റ് സ്കിൽസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു 40% വെയിറ്റേജ് ഈ സോഫ്റ്റ് സ്കിൽസിനാണ് ഇതിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. കാരണം ബാക്കി സ്കിൽസ് മോർ ഓർ ലെസ് ലേണബിൾ ആണ്. ബട്ട് സോഫ്റ്റ് സ്കിൽസ് ബേസിക്കലി ഒരു 20-25 വയസ്സ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് സ്കിൽസ് ബേസിക്കലി അത്ര നാൾ ആർജിച്ചെടുത്ത സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കാം പിന്നെ അങ്ങോട്ട് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക. അത് ട്രെയിനബിൾ ആണോ എന്ന് ചോദിച്ചാൽ ട്രെയിനബിൾ ആണ്. ബട്ട് ഇൻബിൽട്ട് ആയിട്ട് ഇത്ര നാളത്തെ ആ ഒരു പരിശീലനം കൊണ്ട് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റിയലി യൂസ്ഫുൾ ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽസ്. ഈ ഡേറ്റ കിട്ടിയ ഡേറ്റ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനടുത്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷണൽസിൻ്റെ മേജർ റോള്. അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിന് എന്തൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണെങ്കിലും അവിടെയാണ് നമുക്ക് ടൂൾസ് അല്ലെ ടെക്നിക്കൽ സെഗ്മെൻറ്റ്സിൻ്റെ ഇത് വരുന്നത്. ബട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ പ്രസൻറ്റേഷൻ എത്രത്തോളം ഇഫക്റ്റീവ് ആവുന്നോ അത്ര കണ്ട് ഒരു ബിസിനസ് അനലിറ്റിക്സ് ഒരു പ്രൊഫഷണലിൻ്റെ റോള് ഇഫക്റ്റീവ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കില്ലാണ് ടീം കൊളാബറേഷൻ ആൻഡ് ലീഡർഷിപ്പ്. നമ്മൾ മറ്റു പല സെഗ്മെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിസിനസ് അനലിറ്റിക്സിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ടീം ഗെയിമാണ്. ബിസിനസ് അനലിറ്റിക്സ് ഒരിക്കലും ഒരു വൺ മാൻ ഷോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റോളല്ല. സോ നിങ്ങളൊരു ടീം പ്ലെയർ ആണെങ്കിൽ മാത്രമായിരിക്കും ഈ ഒരു റോള് ആപ്റ്റ് ആകുക. കാരണം ആ ടീമിൽ നിന്നുകൊണ്ട് മാത്രമേ ആ ഒരു പല സെഗ്മെൻറ്റ്സിലെ ഡേറ്റ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട്സും ചാർട്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ പോലും ഒരു ടീമിൻ്റെ കൊളാബറേഷൻ മാൻഡേറ്ററി ആണ്. മൂവിങ് ടു ദ വെരി ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻറ്റ്, ഹൗ ടു സ്റ്റാർട്ട് എ കരിയർ ഇൻ ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സ് പ്രൊഫഷന് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഹയർ സാലറിയിലേക്ക് എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസും എന്നാൽ മാർക്കറ്റ് നീഡും ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായതാണ്. ഇനി എങ്ങനെ ഈ പ്രൊഫഷനിലേക്ക് എത്തിപ്പറ്റാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ബിസിനസ് അനലിറ്റിക്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ ദെൻ ഐ ഹൈലി റെക്കമെൻഡ് ഒരു മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ്, MSBA or MSc in Business Analytics or an MBA in Business Analytics will be the best option. ബിസിനസ് അനലിറ്റിക്സിൽ ഒരു മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യണം എന്ന് സജസ്റ്റ് ചെയ്തതിന് കുറച്ച് റീസൺസ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് റീസൺസ്. നമുക്ക് ആ റീസൺസ് ഒന്ന് നോക്കാം. നോർമലി ഒരു ബിസിനസ് അനലിറ്റിക്സ് കരിയറിൽ എത്തുന്ന ഒരാളെക്കാളും മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ഒരു ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്ക് ആസ് പെർ സ്റ്റാറ്റ്സ് 20 to 30% മോർ സാലറീസ് കിട്ടുന്നതായിട്ടാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കമ്പനീസ് ആണെങ്കിലും റിക്രൂട്ടേഴ്സ് ആണെങ്കിലും അഡ്വാൻസ്ഡ് ട്രെയിനിങ്സ് കഴിഞ്ഞവരെയാണ് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. സോ നല്ല യൂണിവേഴ്സിറ്റീസിൽ പ്രത്യേകിച്ച് അനലിറ്റിക്കൽ സ്കിൽസിൽ നല്ല അഡ്വാൻസ്ഡ് ട്രെയിനിങ് അതിൻ്റെ സ്റ്റുഡൻസിന് കിട്ടുന്നു എന്നുള്ളത് അവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് റീസൺ. അത് തേർഡ് റീസൺ,
മിക്ക യൂണിവേഴ്സിറ്റീസിനും, പ്രത്യേകിച്ച് ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസിന് നല്ല ഇൻഡസ്ട്രിയൽ കണക്ഷൻസ് ഉണ്ടാകും, കൊളാബറേഷൻസ് ഉണ്ടാകും. പല ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ്സിൻ്റെയും റിസർച്ച് പാർട്ട് പോലും ഇതുപോലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റീസിലായിരിക്കും നടത്തപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഈ ഇൻഡസ്ട്രീസായിട്ട് വർക്ക് ചെയ്യാനും ഇൻ ടേംസ് ഓഫ് ഇൻറ്റേൺഷിപ്സും അതുപോലെ തന്നെ ഡയറക്റ്റ്ലി അവിടെ ഒരു പ്ലേസ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസും ഈ യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുന്ന വഴി ഹൈലി പോസിബിളാണ്. റീസൺ നമ്പർ 4, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. മിക്കവാറും എല്ലാ നല്ല യൂണിവേഴ്സിറ്റീസും റിയൽ വേൾഡ് ഡാറ്റ അനാലിസിസ് പ്രൊജക്ട്സും ഇൻറ്റേൺഷിപ്സിലും ഈ സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറുണ്ട്. റിയൽ വേൾഡ് എന്ന് പറയുമ്പോൾ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ടുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം, അല്ലെ ഫ്യൂച്ചറിൽ ഒരു നെക്സ്റ്റ് ഇയർ അല്ലെ നെക്സ്റ്റ് 2 ഇയേഴ്സിനുള്ളിൽ ഇന്ന ഒരു ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ AI സെഗ്മെൻറ്റിൽ എന്തൊക്കെ ചേഞ്ചാണ് വരാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ എന്താണ് കസ്റ്റമർ പ്രിഫറൻസസ് വരാൻ സാധ്യതയുള്ളത്, ന്യൂട്രീഷൻ സെഗ്മെൻറ്റിൽ എന്തൊക്കെയാണ് ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയേഴ്സിൽ വരാൻ സാധ്യതയുള്ളത്. സോ ഇതിനെപ്പറ്റിയൊക്കെ ഇൻഡെപ്തായിട്ട് റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ ലൈവ് പ്രോജക്ട്സിലായിരിക്കും മിക്കവാറും ഈ സ്റ്റുഡൻസിന് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഈ റീസൺസ് ഒക്കെ തന്നെ കൃത്യമായിട്ട് പറയുന്നത് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലാൻഡ് എ ഡ്രീം ജോബ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് കരിയർ. ഇനി മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് എടുക്കാൻ താല്പര്യമില്ല, അങ്ങനെയെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു പാത്ത് ഉണ്ട്. ആ പാത്ത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ദിസ് ഇൻവോൾവ്സ് 5 steps. സ്റ്റെപ്പ് നമ്പർ 1, ലേൺ ദ ബേസിക്സ്. എക്സൽ, SQL ആൻഡ് ഫണ്ടമെൻ്റൽ അനലിറ്റിക്സ് കോൺസെപ്റ്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 2, ഗെയിൻ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അതായത് ഇൻറ്റേൺഷിപ്സും റിയൽ വേൾഡ് പ്രൊജക്ട്സിലും കേസ് സ്റ്റഡീസിലും ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് നമ്പർ 3, ഗെറ്റ് സർട്ടിഫിക്കേഷൻസ്. ഗൂഗിൾ ഡാറ്റ അനലിറ്റിക്സ്, മൈക്രോസോഫ്റ്റ് പവർ BI ഓർ IBM ഡാറ്റ സയൻസ്, അതുപോലെ തന്നെ വെള്ളത്തെ പല ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റീസും, ഇപ്പം ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, MIT, സ്റ്റാൻഫോർഡ് തുടങ്ങിയ യൂണിവേഴ്സിറ്റീസ് ബിസിനസ് അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ് സബ്ജക്റ്റിൽ ഒത്തിരി ഫ്രീ സർട്ടിഫിക്കേഷൻസ്, അത് ചെറിയ എമൗണ്ട് കൊടുത്ത് പെയ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ഗുഡ് ഓപ്ഷൻ. സ്റ്റെപ്പ് നമ്പർ 4, ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. നമ്മൾ ഇത്രയും നാളും ചെയ്ത ഈ റിസർച്ചിൻ്റെയും എടുത്ത സർട്ടിഫിക്കേഷൻസിൻ്റെയും അക്വയർ ചെയ്ത സ്കിൽസിൻ്റെയൊക്കെ സ്ട്രോങ് ആയിട്ടൊരു പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിട്ട് അത് നമ്മുടെ പ്രൊഫൈലിൽ കാണിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ അത് നല്ല രീതിയിൽ ഒരു ഗ്രാജുവേറ്റിംഗ് ലെവലിൽ, അതായത് ഒരു ഉദാഹരണത്തിന് 2024 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, 25 ഇങ്ങനെ, 26 ഇങ്ങനെ, അല്ല ഒരു 6 months പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ എനഫ്. അപ്പോൾ ഇച്ചിരി കൂടെ അഗ്രസീവായിട്ടത് കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്ത് പോകണമെന്നുള്ളതാണ്. നമ്പർ 5, നെറ്റ്വർക്ക് ആൻഡ് അപ്ലൈ ഫോർ ജോബ്സ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ജോലി കിട്ടാനുള്ള ആൾക്കാരുമായിട്ടും കമ്പനീസായിട്ടും നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ആ രീതിയിലെല്ലാം നെറ്റ്വർക്ക് ചെയ്യുക. സാധിക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോം ത്രൂവും ജോബ്സിന് അപ്ലൈ ചെയ്യുക. സോ ഇതിൽ നിന്ന് എവിഡൻ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാസ്റ്റേഴ്സ് എടുക്കുന്നതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ എക്സ്പ്രസ് വേയിലും സാധാരണ ഒരു റോഡ് വഴി പോകുന്ന ഒരു ഡിഫറൻസ് ആണുള്ളത്. ഇതിൽ നിന്ന് ഹൈലി എവിഡൻ്റ് ആണ് മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി ഒരു ഈസിയർ ഓപ്ഷൻ ബിസിനസ് അനലിറ്റിക്സ് കരിയറിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആസ്പിരന്റിന്. ബിസിനസ് അനലിറ്റിക്സ് പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. വൺസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇഫ് യു ആർ സീരിയസ്ലി ലുക്കിംഗ് ഫോർ ആൻ കരിയർ ബേസ്ഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടിങ്, താഴെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ക്ലിക്ക് ആൻഡ് രജിസ്റ്റർ ഇൻ ദാറ്റ് ഫോർ എ ഫ്രീ കൗൺസിലിംഗ്. ഓവർസീസ് കരിയർ പ്ലാൻ ചെയ്യുന്ന പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിന് ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി മനസ്സിലാകും. പണ്ടത്തെ പോലെ നല്ലൊരു ഹൈ പേയിങ് ജോബിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിസിനസ് അനലിറ്റിക്സോ മറ്റേത് സെഗ്മെൻറ്റിലോ ആയാലും അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. സോ അതിനുവേണ്ടി നമ്മുടെ ഓവർസീസ് മാസ്റ്റർ ക്ലാസ് സ്പെഷ്യലി ഡിസൈൻഡ് ആണ്, ഹൗ ടു ഗെറ്റ് ഇൻ ടു ഹൈ പേയിങ് കരിയേഴ്സ് ഇൻ എനി ചലഞ്ചിങ് ജോബ് മാർക്കറ്റ്. സോ ഇഫ് യു വാണ്ട് ടു അറ്റൻഡ് ദാറ്റ്, അതിനുള്ള ലിങ്കും താഴെ പ്രൊവൈഡഡ് ആണ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. യു ക്യാൻ രജിസ്റ്റർ ദാറ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ കരിയർ ഓറിയൻറ്റഡ് കണ്ടന്റ് ലൈക്ക് ദിസ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.